സുന്ദര ഫുട്ബോൾ കൊണ്ട് ആസ്വാദകന്റെ മിഴിയും മനസ്സും ഒരുപോലെ നിറച്ചിരുന്ന ബ്രസീലിയൻ ഫുട്ബോൾ ശൈലിയും വിജയങ്ങൾ ആ ആത്മബന്ധം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. തുകൽപന്തിന്റെ മൊഞ്ചും പച്ചപ്പുൽ മൈതാനിയിൽ ആ യവനദേവന്മാർ തീർക്കുന്ന മാന്ത്രികതയിലും കണ്ണുടക്കി വളരുന്ന ഏതൊരു ചെറുപ്പക്കാരനും അവിസ്മരണീയതയോടെയും ആരാധനയോടെയും മാത്രം കണ്ടിരുന്ന 4 നാമങ്ങൾ: റൊമാരിയോ, റൊണാൾഡോ, റിവാൾഡോ, റൊണാൾഡീഞ്ഞോ. ഈ 4 ദേവന്മാരെയും കൂടി ബന്ധിപ്പിക്കുന്ന മറ്റൊരു നാമം FC ബാർസലോണ. കാലിലൊളിപ്പിച്ച മാന്ത്രികതയും മനസ്സിലുറപ്പിച്ച ആത്മവിശ്വാസവും കൊണ്ട് എതിർ പ്രതിരോധത്തെ മറികടന്ന് ചാട്ടൂളി കണക്കെ മുന്നേറുന്ന സാന്റോസിന്റെ പ്രിയപുത്രനും തന്റെ മുൻഗാമികളുടെ വഴി തേടി തന്നെയായിരുന്നു സ്പെയിനിൽ എത്തുന്നത്. അവിടെ അയാൾക്കായി 2 ഉറ്റ സുഹൃത്തുക്കളെ ഈശ്വരൻ ഒരുക്കി വെച്ചിരുന്നു. ഒന്ന് സാക്ഷാൽ ലയണൽ മെസ്സിയും മറ്റൊരാളെന്ന് പൂളിന്റെ കില്ലാടിയായിരുന്ന ലൂയിസ് സുവാരസും. മെസ്സിയിലെ ജീനിയസിനും സുവാരസിലെ കില്ലർ ഫിനിഷർക്കുമൊപ്പം നെയ്മർ ജൂനിയർ എന്ന സാംബ ബോയ് കൂടി ചേർന്നപ്പോൾ അവിടെ MSN ത്രയം രൂപപ്പെട്ടു. ഈശ്വരൻ തയ്യാറാക്കിയ തിരക്കഥയിൽ ആ മൂവർ സംഘം മത്സരിച്ചഭിനയിച്ചപ്പോൾ ലോകം അന്നുവരെ ദർശിച്ചിട്ടില്ലാത്ത തരം ആക്രമണ ഫുട്ബോൾ അരങ്ങിലെത്തി. 3 വർഷക്കാലം തിയേറ്ററുകളിൽ നിറഞ്ഞു നിന്നിരുന്ന ആ ചിത്രത്തിലുടനീളം മെസ്സിയും സുവാരസും ഒരേ റോൾ തുടർന്നപ്പോൾ NJRന് മാത്രം ഓരോ ഇടവേളകളിലും റോളുകൾ മാറി മാറി വന്നു. സംവിധായകന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒരു ഗോൾ പോച്ചറിൽ നിന്ന് പ്ലേ മേക്കർ റോളിലേക്ക് വരെ അയാൾ പരിണാമം ചെയ്തു. എന്നാൽ പലപ്പോഴും വിധി അയാളുടെ മുന്നിൽ വിലങ്ങ് തടിയായി നിന്നു. സ്വാർത്ഥതയുടെയും പ്ലേ ആക്ടിന്റെയും പേരിൽ വിമർശന ശരങ്ങളാൽ അയാൾ എയ്യപ്പെട്ടു. ട്രോളുകളാൽ സമൂഹ മാധ്യമങ്ങൾ അയാളെ വേട്ടയാടി. പരിക്കുകളും അയാളോട് ദയ കാണിച്ചില്ല. 2014 ലോകകപ്പിൽ സുനികയുടെ കാൽമുട്ടുകൾ ആ സുവർണ കാനറിയുടെ ചിറകുകൾ അരിയുന്നതും 18 സോച്ചിയിൽ വെച്ച് കാനറിപ്പട ബെൽജിയത്തിനു മുന്നിൽ അടിയറവ് പറയുന്നതും എല്ലാം അയാൾ ഇന്നും മറക്കാൻ ആഗ്രഹിക്കുന്ന ഓർമ്മകളാണ്. എന്നാൽ ഇന്ന് ആ പയ്യൻ അവിടെ നിന്നെല്ലാം ഒരുപാട് വളർന്നിരിക്കുന്നു. 8 വർഷങ്ങൾക്ക് മുൻപ് കാറ്റലോണിയയിൽ കാലുകുത്തിയ ആ 21 വയസ്സുകാരൻ വേട്ടക്കിറങ്ങിയ വേടന്റെ ഗാംഭീര്യത്തോടെ എതിർപ്പാളയം വേട്ട ചെയ്യുന്ന ഫുട്ബോൾ ലോകത്തിന്റെ സുൽത്താനാണിന്ന്. കാലം കാത്തുവെച്ച വിധിയുടെ കുറുമ്പിനു മുന്നിൽ പരിക്കെന്ന വില്ലൻ ജീവിതത്തിന് കരിനിഴൽ വീഴ്ത്താൻ ശ്രമിച്ചപ്പോഴും തളരാതെ കാലിലൊളിപ്പിച്ച മാന്ത്രികതയുമായി എതിർപ്പാളയത്തിൽ പന്തുകൊണ്ട് നൃത്തം വയ്ക്കുന്ന ഫുട്ബോൾ സാമ്രാജ്യത്തിലെ സെലക്യാവോകളുടെ രാജാവിന് 1000 ജന്മദിനാശംസകൾ.